Assalamu Alaikum. Good morning to all. Hope you all are fine and safe at home. We can start our class with dua for knowledge. Rabbi yassir, wala tu'assir, wa thammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Today we are going to learn that chapter, the second chapter in geography, in search of the source of wind. What is in search of the source of wind? എന്ന് വെച്ചാൽ കാറ്റിൻ്റെ ഉറവിടം തേടി. കാറ്റ് നമ്മൾ പല സമയത്തും കാറ്റ് കാണാറുണ്ട് ഇല്ലേ? കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. ചാപ്റ്റർ 9 ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്. വാട്ട് എവർ ദ പോർഷൻസ് ഐ ടോട്ട് ഷുഡ് ലേൺ ടുഡേ ഇറ്റ് സെൽഫ് ബിക്കോസ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ദ ടോപ്പിക്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ അന്നുള്ള നോട്ട്സ് അന്നു തന്നെ പഠിച്ചു പോവുക. കാരണം നമ്മൾക്കറിയാം സോഷ്യൽ സയൻസ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെയും നമ്മൾ ആ പോർഷൻസ് ലാഗ് ചെയ്താൽ നമുക്ക് അവസാനം എല്ലാം കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സംശയമുള്ളവർ വീണ്ടും വീണ്ടും വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് നല്ല രീതിയിൽ പോർഷൻസ് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് വിൻഡ്. വിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് ദ എയർ ഈസ് നോൺ ആസ് വിൻഡ്. അന്തരീക്ഷത്തിലുള്ള എയറിൻ്റെ ചലനത്തെയാണ് നമ്മൾ വിൻഡ് അഥവാ കാറ്റ് എന്ന് പറയുന്നത്. ആ കാറ്റ് എന്ന ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കാം. അന്തരീക്ഷ മർദ്ദം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് നമുക്ക് നോക്കാം. The weight of the atmospheric air that is exerting on the surface of the earth is known as atmospheric pressure. എന്താണ് atmospheric pressure? Atmospheric air നമ്മുടെ സർഫസിൽ എർത്തിൻ്റെ സർഫസിലോട്ട് വന്നടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ എയറിനൊരു വെയിറ്റ് വരും. ആ വെയിറ്റിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നൗ വി ഓൾ തിങ്ക് ദാറ്റ് എയർ ഹാസ് നോ വെയിറ്റ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എയറിന് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്? ചിലപ്പോൾ പലവരും ചിന്തിച്ച് കാണും എയറിന് വെയിറ്റ് കാണില്ലെന്ന്. ബട്ട് എയർ ഹാസ് വെയിറ്റ്. Now the weight of the atmospheric air that is exerting on the surface of the earth is known as atmospheric pressure. എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. അത് വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് എഴുതുന്നത്? The weight of the atmospheric air that is exerting on the surface of the earth is known as atmospheric pressure. Remember one thing, air has weight. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് മെർക്കുറിക് ബാരോമീറ്റർ വെച്ചിട്ടാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് മെഷേർഡ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ്സ് ആണ് മില്ലി ബാർ. മില്ലി ബാറിന് വി ഷോർട്ട്ലി സേസ് ദാറ്റ് MB, മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ HPA. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേരെന്താണ്? മെർക്കുറി ബാരോമീറ്റർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മെഷേർഡ് ഇൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് കാൾഡ് മെർക്കുറി ബാരോമീറ്റർ. അതിൻ്റെ യൂണിറ്റ്സ് ആണ് മില്ലി ബാർ MB ഓർ ഹെക്ടോ പാസ്കൽ HPA. നമ്മൾ MB HPA എന്നാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. The level of mercury at normal atmospheric pressure will be 76 centimeter. എന്ന് വെച്ചാൽ മെർക്കുറിയുടെ അളവ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള മെർക്കുറിയുടെ അളവെന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ ആണ്. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദ പോയിന്റ്, അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആ പോയിന്റ് ആണ് എത്രയാണ്? 1013.2 മില്ലി ബാർ ഓർ 1013.2 HPA മീൻസ് ഹെക്ടോ പാസ്കൽ. നമ്മൾ മില്ലി ബാർ എന്നും പറയും ഹെക്ടോ പാസ്കൽ എന്നും പറയും. ഇപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദ വെയിറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് എയർ ദാറ്റ് ഈസ് എക്സേർട്ടിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് ഓൾട്ടിറ്റ്യൂഡ്. Influencing factors
AP നിട്ടേക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. ഫസ്റ്റ് ഫാക്ടറാണ് ഓൾട്ടിറ്റ്യൂഡ്. സെക്കൻഡ് ടെമ്പറേച്ചർ. തേർഡ് ഫാക്ടർ ഹ്യൂമിഡിറ്റി. ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് ഓൾട്ടിറ്റ്യൂഡ്, സെക്കൻഡ് ടെമ്പറേച്ചർ, ദെൻ തേർഡ് ഹ്യൂമിഡിറ്റി. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഏതാണ്? ഉയരം, ഹൈറ്റിനെ മെൻഷൻ ചെയ്യുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്? താപം, ചൂട്. ഹ്യൂമിഡിറ്റി എന്താണ്? ആർദ്രത. നമ്മൾ പറയത്തില്ലേ ഭയങ്കര ചൂടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിയർക്കുന്നു, ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നൊക്കെ പറയത്തില്ലേ? അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്: ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഓൾട്ടിറ്റ്യൂഡും എന്താണെന്ന് നോക്കാം. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ദിസ് ഈസ് ദ ബി ആൻഡ് ദിസ് ഈസ് ദ എ പോയിന്റ്. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പം അവിടുത്തെ ടെമ്പറേച്ചർ എന്താവും? ഡിക്രീസ് ചെയ്യും. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ഓൾസോ ഡിക്രീസസ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ റിയാക്ഷൻ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. മീൻസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താവും? ഡിക്രീസ് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയുന്നു മൗണ്ടനേഴ്സ് ക്യാരി ഓക്സിജൻ സിലിണ്ടേഴ്സ് ഫോർ ക്ലൈംബിംഗ് മൗണ്ടൻസ്. എന്തിനാണ്? അവർ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ എന്തോ സംഭവിക്കും? ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ബ്രീത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് ടെൻസിങ് ആൻഡ് ഹിലാരി ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ സ്മോൾ ക്ലാസ്സസിൽ? അതേപോലത്തെ പല മൗണ്ടനേഴ്സും ക്ലൈംബ് ചെയ്യുമ്പോൾ അവർ ബാക്കിൽ ഓക്സിജൻ സിലിണ്ടേഴ്സ് വെക്കുന്നത്. കാരണം അവർക്ക് ആർട്ടിഫിഷ്യൽ ഓക്സിജൻ ആണ് അവർ ആ സിലിണ്ടറിൽ വെച്ചേക്കുന്നത്. അതുവഴി അവർക്ക് ബ്രീത് ചെയ്യാനാണ്. ഓർക്കുക, റിമെമ്പർ, ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. റിമെമ്പർ ദാറ്റ് വൺ പോയിന്റ്. ദെൻ നമ്മൾ പൊന്മുടി, നമ്മൾ ഊട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകത്തില്ലേ ടൂർ പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാതൊക്കെ ഇങ്ങനെ ഊതി അടക്കിയില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ പ്രഷർ കുറവാണ്. കാരണം നമ്മൾ ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളങ്ങ് ഹൈയിൽ ചെന്ന് ആ മൗണ്ടൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഫീൽ ചെയ്യും? നമുക്ക് ഭയങ്കര കോൾഡ് ആയിരിക്കില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ ടെമ്പറേച്ചർ കൂടിയിട്ട് അവിടെ എന്തോ വരും? അവിടെ പ്രഷർ കുറയുകയാണ്. പ്രഷർ കുറയുമ്പോൾ നമുക്ക് എന്തോ ഫീൽ ചെയ്യും? നമ്മുടെ കാതുകളൊക്കെ ഊതി അടയ്ക്കും. The atmospheric pressure and the altitude are inversely proportional. Atmospheric പ്രഷറും ഓൾട്ടിറ്റ്യൂഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പം അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 3 ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ ഓൾട്ടിറ്റ്യൂഡാണ്. സെക്കൻഡ് ഫാക്ടർ ഏതാണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോഴും അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താവും? ഡിക്രീസ് ആവും. എയർ ഓൾസോ എക്സ്പാൻസ് വെൻ ഇറ്റ്സ് ഹീറ്റഡ്. നമുക്കറിയാം ഏതൊരു ചൂട്, ചില സാധനങ്ങൾ ചൂടാകുമ്പോഴത്തേക്ക് അത് എക്സ്പാൻഡ് ആവും ഇല്ലേ? അതുപോലെ തന്നെ എയറും ചൂടാകുമ്പോഴത്തേക്ക് അത് എക്സ്പാൻഡ് ആവും, വികസിക്കും. ദ എക്സ്പാൻഡഡ് എയർ ഈസ് ലെസ് ഡെൻസ് ആൻഡ് ഹെൻസ് ഇറ്റ് അസെൻസ്. മീൻസ് ലെസ് ഡെൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞത് മുകളിലോട്ട് ഉയരും. ദിസ് ലീഡ്സ് ടു ദ ലോവറിംഗ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവാനുള്ള കാരണം. The atmospheric pressure decreases as the temperature increases and vice versa. നമ്മൾ നേരത്തെ പഠിച്ചു, ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. നോക്കേ ആ ഫിഗർ, പേജ് നമ്പർ 22, ഫിഗർ 2.2. 2 പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു പിക്ചർ രാവിലെ മോർണിംഗും രാത്രിയാണ് കാണിച്ചേക്കുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Compare 2 pictures, identify the situation of low and high atmospheric pressure and suitably mark H and L in the pictures. നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ട് ഹൈ ആണോ അവിടുത്തെ പ്രഷർ ലോ ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നോക്കേ, മോർണിംഗിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്തോന്നാവും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ആവും. രാത്രിയാകുമ്പോൾ എന്താവും? രാത്രി ടെമ്പറേച്ചർ ഉണ്ടോ? സൂര്യനുണ്ടോ? സൂര്യൻ്റെ ചൂട് ഇല്ല. അപ്പോൾ എന്തോന്നാവും? ടെമ്പറേച്ചർ അവിടെ കുറയുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ
ഇൻക്രീസ് ആവും. അപ്പോൾ ഇവിടെ ഈ പിക്ചേഴ്സിൽ ഏത് വരും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആവും. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ എല്ലാം ലോ പ്രഷർ ആയിരിക്കും. രണ്ടാമത്തെ നൈറ്റ് പിക്ചർ കാണിച്ചേക്കുന്നതിൽ അവിടെ ഹൈ പ്രഷർ ആവും. രാത്രി ടെമ്പറേച്ചർ കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ആവും, അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. നെക്സ്റ്റ്, ഹ്യൂമിഡിറ്റി. ദ തേർഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏതാണ്? ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി മീൻസ് ആർദ്രത. ഹ്യൂമിഡിറ്റി റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ എയറിൽ ഉള്ള വാട്ടറിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. വാട്ടർ വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ ആൻഡ് ഹെൻസ് ഇറ്റ് അസെൻസ്. എയറിനേക്കാളും വാട്ടർ വേപ്പർ ഏതാണ്? ലൈറ്റാണ്, അത് മുകളിലോട്ട് ഉയരും. ഇതും ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നമ്മൾ പഠിച്ചു ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മീൻസ് വൺസ് ഇൻക്രീസ് അറ്റ് ദ സെയിം ടൈം ദ അതർ സൈഡ് ഡിക്രീസ്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇതിനകത്ത് ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ടേം ഐസോബാസ്. ഐസോബാർ എന്നാൽ എന്താണ്? വാട്ട് ഈസ് ഐസോബാസ്? ഇത് നമ്മുടെ മാപ്പിൻ്റെ ഒരു കുറച്ച് പാട്ടാണ് നമ്മളിത് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് നോക്കുക, ഐസോബാസ് ആർ ദ ഇമാജിനറി ലൈൻസ് കണക്ട്സ് ദ പ്ലേസസ് ഹാവിങ് ദ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ലൈൻസ് കണക്ട് ചെയ്തേക്കുന്ന കൺട്രീസിലൊക്കെ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഐസോബാസ് ആർ ദ ഇമാജിനറി ലൈൻസ് കണക്ട്സ് ദ പ്ലേസസ് ഹാവിങ് ദ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം നമ്മൾ 3 ഫാക്ടേഴ്സ് പഠിച്ചു: ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ദെൻ ഹ്യൂമിഡിറ്റി. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഈ പോയിന്റാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ടോപ്പിക്കാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. Global pressure belt, this is an important topic. The last exam was asked this question. Sure, one essay will ask. So, learn this topic very well. Global pressure belt. എന്താണ് global pressure belt എന്ന് നോക്കാം. What is pressure belt? The surface of the earth is divided into different pressure belts on the basis of atmospheric pressure. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ബേസിസിൽ നമ്മുടെ എർത്ത് സർഫസിനെ ഡിഫറെൻറ്റ് പ്രഷർ ബെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര പ്രഷർ ബെൽസ് ഉണ്ട്? നമ്മൾ 7 പ്രഷർ ബെൽസ് ആയിട്ടാണ് പ്രഷർ ബെൽസിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. Global pressure belts. The surface of earth is divided into different pressure belts on the basis of atmospheric pressure. 7 pressure belts ആണ്. ദാണ്ടേ 7 പ്രഷർ ബെൽസ് ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട്. എല്ലാവരും ഒരു 4 പ്രഷർ ബെൽസ് നമ്മൾ പഠിക്കണം. കാരണം ഇതിൻ്റെ ഇക്വേറ്ററിൻ്റെ പാരലായിട്ട് വരുന്ന ഓപ്പോസിറ്റ് സൈഡ് വരുന്നതും ഈ സെയിം പ്രഷർ ബെൽറ്റ് ആയതുകൊണ്ട് നമ്മൾ 4 പ്രഷർ ബെൽറ്റും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റിലും അത് തന്നെ ഉള്ളൂ. അപ്പം എല്ലാവരും സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. അങ്ങ് ടെക്സ്റ്റ് മുഴുവനായിട്ടും കാണാതെ പഠിക്കേണ്ട. 6 മാർക്സ് അല്ലെങ്കിൽ 8 മാർക്സിൻ്റെ എസ്സേ ആയിരിക്കും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലും ചിലപ്പോൾ ഇനി വരും വർഷങ്ങളിലും ചോദിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ആദ്യം ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എസ്സേ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് എഴുതുക. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് എഴുതുക. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് എഴുതുക. അതാണ് ഞാൻ പറഞ്ഞത്. ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻടു ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതിൻ്റെ ആ പ്രഷർ ബെൽറ്റ് ഈ ഇത്രയും പ്രഷർ ബെൽറ്റ് ഞാൻ പറഞ്ഞു. ഈ പ്രഷർ ബെൽറ്റ്സ് ഫോമേഷൻ ചെയ്യാനുള്ള റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 റീസൺസ് ഉണ്ട്. ഒരു റീസൺസ് ആണ് വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് ഓൺ എർത്ത്. ഏതാണ്? നമ്മുടെ എർത്തിലോട്ട് കിട്ടുന്ന ആ സൺലൈറ്റിൻ്റെ വേരിയേഷൻസ് ആണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഏതാണ്? നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ ആണ് രണ്ടാമത്തെ റീസൺ. അങ്ങനെ 2 റീസൺസ് ബിഹൈൻഡ് ഇറ്റ് ഏതാണ്? പ്രഷർ ബെൽറ്റ് ഫോമേഷൻ ചെയ്യാനുള്ള 2 റീസൺസ് ഏതൊക്കെയാണ്? വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് ഓൺ എർത്തും റൊട്ടേഷൻ ഓഫ് എർത്തും. ഇത് 2 റീസൺസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് എഴുതുക. രണ്ടാമതായിട്ട് അതിൻ്റെ റീസൺ ഫോമേഷൻ എഴുതുക. ഈ 2 സ്റ്റെപ്സ് എഴുതുക. പിന്നെ നമുക്ക് നോക്കാം
പ്രഷർ ബെൽറ്റ് ഇത് നമുക്കറിയാം, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ആദ്യത്തെ ബെൽറ്റ് ഏതാണ് നമ്മൾ പറയുന്ന പ്രഷർ ബെൽറ്റ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദ സൺ റേസ് ഫാൾ, ലോ പ്രഷറാണ് ഇവിടെ. ഇവിടെ ലോ പ്രഷർ വരാനുള്ള കാരണം എന്താണ്? എപ്പോഴും സൺ റേസ് ഫോൾ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദിസ് ഇയർ. ഈ ഒരു വർഷം അല്ലെങ്കിൽ ഫുൾ ഈ റൊട്ടേഷൻ എപ്പോഴും വന്നാലും ഈ സണ്ണിൻ്റെ റേസ് ഫോൾ വെർട്ടിക്കലായിട്ട് ഇക്വേറ്ററിൽ തന്നെയാണ് പതിക്കുന്നത്. അപ്പോൾ ഇക്വേറ്ററിൽ എപ്പോഴും എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താവും? ടെമ്പറേച്ചർ ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. സോ ദാറ്റ്സ് വൈ ഹിയർ ദിസ് പ്ലേസ് ഹാവ് ലെസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Equatorial low pressure belt. This is the zone where the sun rays fall. Temperature will be high vertically throughout this year. Hence, the temperature will be high in this zone throughout all the year. The air expands due to sun's heat and rise up in a massive scale. This is the reason for the low pressure experienced throughout the zone. ഞാൻ പറഞ്ഞു, സണ്ണിൻ്റെ റേസ് ഫോൾ വെർട്ടിക്കലായിട്ട് എപ്പോഴും പതിക്കുന്നത് എവിടെയാണ്? ഇക്വേറ്ററിലാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്? ഇക്വേറ്ററിൽ ലോ പ്രഷർ ബെൽറ്റാണ്. ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോൾഡ്രം. ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് ഞാൻ LP എന്നിട്ടേക്കുന്നത്. LP എന്നിട്ടേക്കുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ വേറൊരു പേര് ഏതാണ്? ഡോൾഡ്രം. DOLDRUM. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ അനദർ നെയിം ഡോൾഡ്രം. ഞാൻ ഇവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഷോർട്ടായിട്ടാണ് എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് ബെൽറ്റ് ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. നെക്സ്റ്റ് ബെൽറ്റ് ഏതാണ്? നമ്മൾ പഠിച്ചു, ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കൂൾസ് ഗ്രാജുവലി ആൻഡ് സബ്സൈഡ് അറ്റ് ദ സബ് ട്രോപ്പിക്കൽ സോൺ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. നമ്മൾക്കറിയാം, നമ്മുടെ എർത്ത് എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൊട്ടേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ ഉള്ള പ്രഷർ എല്ലാം കൂടെ അടിഞ്ഞുകൂടി നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലും, ഇവിടെയും ഈ താഴത്തെ സബ് ട്രോപ്പിക്കൽ രണ്ട് ബെൽറ്റും ഹൈ പ്രഷർ ബെൽറ്റാണ്. ഇത് ലോ, ഇത് ഹൈ. അവിടെ വന്ന് അടിഞ്ഞുകൂടി കൂളാവുമ്പോഴത്തേക്കും ഗ്രാജുവലി സബ്സൈഡ്, അത് കൂളായി കഴിയുമ്പോഴത്തേക്കും അവിടെ എന്താവും? ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ഈ പ്രഷർ ബെൽറ്റ്സ് കൂളായിട്ട് അത് ഗ്രാജുവലി സബ്സൈഡ്, അവിടെ അടിഞ്ഞുകൂടുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്തോ കൂടും? വെയിറ്റ് കൂടും ഇല്ലേ? സബ്സൈഡ് എന്ന് വെച്ചാൽ അവിടെ അടിഞ്ഞുകൂടുമ്പോൾ ഈ ഭാഗത്ത് തമ്മിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് വെയിറ്റ് കൂടുമ്പോൾ ഇവിടെ എന്തോന്നാവും? ഹൈ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി അടുത്ത് നമുക്ക് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. LP എന്ന് ഞാൻ എഴുതിയേക്കുന്നത് ലോ പ്രഷർ ബെൽറ്റ്, ലിക്വിഫൈഡ് പെട്രോളിയം എന്നൊന്നും അല്ല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. നോക്കാം സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്താണ്. ആസ് ദി സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ. ഇതാണ്ട് ഇത് പോൾസുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം പോളാർ റീജിയൻസിൽ എപ്പോഴും ഏതായിരിക്കും? പോളാർ റീജിയൻസിലുള്ള കൺട്രീസൊക്കെ എപ്പോഴും കോൾഡ് ആയിരിക്കും. കാരണം നമ്മൾ 7th നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ സോൺ, ടോറിഡ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ പഠിച്ചു. ഈ ഫ്രിജിഡ് സോണിലാണ് ഈ പോളാർ റീജിയൻ വരുന്നത്. ഈ പോളാറിൽ എപ്പോഴും ഏതായിരിക്കും? കൂളായിരിക്കും ഇല്ലേ? അവിടുത്തെ കൺട്രീസൊക്കെയും കൂളായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ആ പോളാറുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ഏതാണ്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ആസ് ദി സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ, ദ എയർ ഈസ് കോൾഡർ ഹിയർ. അതുകൊണ്ട് അവിടുത്തെ എയറിന് എപ്പോഴും എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും. The cold air remains close to the earth. The air is thrown away due to the rotation of the earth. ഈ എയറിനെ ചുരുട്ടി എങ്ങോട്ട് കളയും? ആ റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് ഈ കോൾഡ് എയറിനെ ചുരുട്ടി അങ്ങോട്ട് കളയും. അപ്പോൾ അതങ്ങ് റൈസപ്പ് ആവും. നമ്മൾ പഠിച്ചു ആദ്യം, അത് കൂൾഡ് ആവുന്നത് എപ്പോഴും ഏതാവും? റൈസപ്പ് ആവും, മുകളിലേക്ക് ഉയരും. അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആവും. ദെൻ പോളാർ റീജിയൻസിൽ നമുക്കറിയാം സണ്ണിൻ്റെ റേസ് ഇങ്ങനെയാണ് പതിക്കുന്നത് അല്ലേ? അപ്പോഴത്തേക്ക് ആ ടെമ്പറേച്ചർ അവർക്ക് കറക്റ്റ് ത്രൂ ഔട്ട് ആയിട്ട് കിട്ടും. ഇവിടെ വരുമ്പം കുറച്ച് ചരിഞ്ഞു പോയത് കാരണം ടെമ്പറേച്ചർ അവിടെ വലുതായിട്ട് കിട്ടാറില്ല. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താവും? ഇൻക്രീസ് ആവും. അപ്പോൾ പോളാർ ഹൈ പ്രഷർ ആവും അവിടെ. ദിസ് സോൺ എക്സ്പീരിയൻസസ് സിവിയർ കൂൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. അതുകൊണ്ട് വർഷം മുഴുവനും ഈ പോളാർ റീജിയൻസിൽ എന്തായിരിക്കും? ഫുൾ കോൾഡ് ആയിരിക്കും.
As a result, the air remains chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experience here. അതുകൊണ്ടാണ് ഈ പോളാറിൽ ഹൈ പ്രഷർ ബെൽറ്റ്. നമുക്ക് ഒന്നും കൂടെ പറയാം. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഏതൊക്കെയാണ്? എന്താണ്? The surface of the earth is divided into different pressure belts on the basis of atmospheric pressure. അത് two reasons ഉണ്ട് behind the formation of pressure belts. ഒന്ന് എന്താണ്? വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് ഓൺ എർത്ത്. രണ്ടാമത്തെ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. 7 പ്രഷർ ബെൽറ്റ്സ് ആണ്. നമ്മൾ 4 പ്രഷർ ബെൽറ്റ്സ് കാണാതെ പഠിക്കണം. എസ് എ ആയിട്ട് ചോദിക്കുമ്പം ആദ്യം പ്രഷർ ബെൽറ്റ് എന്താണെന്ന് എഴുതണം, റീസൺസ് ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് പ്രഷർ ബെൽറ്റ് എഴുതണം, എന്നിട്ട് ഈ പിക്ചർ നിങ്ങൾ വരയ്ക്കണം. തെറ്റാതെ എല്ലാവരും ബൈഹാർട്ട് ചെയ്യണം ഈ പിക്ചർ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്ന്. സെൻട്രിൽ കൂടെ ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഈ 4 ബെൽറ്റ്സ് പഠിച്ചു, അതിൻ്റെ എക്സ്പ്ലനേഷൻസും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എഴുതി കഴിയുമ്പോൾ ഷുവർ നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് തന്നെയാണ് താഴെയും. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായി. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് ഈ പോർഷൻസ് നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ തന്നെ ആ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് നന്നായിട്ട് ആ ടോപ്പിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇച്ചിരി ലെങ്തി ടോപ്പിക്കാണ് ഇത്, അതുകൊണ്ട് എല്ലാവരും കുറേ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിച്ച് നല്ലതായിട്ട് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.